പല ആളുകളും ചോദിക്കാറുണ്ട്, നമുക്ക് വരുന്ന കോളുകളൊക്കെ പല സന്ദർഭങ്ങളിൽ മിസ്സായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന്. അതായത് നമ്മുടെ കോൾ ആരോ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ ആരെങ്കിലും കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റൊരു കോഡ് ഡയൽ ചെയ്തുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാനും സാധിക്കും. പല സന്ദർഭങ്ങളിലും നമുക്ക് ഇത് ഉപകാരപ്പെടും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കാണിക്കുന്ന കോഡുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കോളുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതെങ്ങനെയാണ് ഡയൽ ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ ഡയൽ പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡയൽ പാഡ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഞാൻ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് കോൾ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത് *21# എന്നാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 സിമ്മാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ 2 സിമ്മിൽ ഏതിലാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കും. ഞാനിപ്പോൾ 2ാമത്തെ സിമ്മാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഡയൽ ചെയ്ത ഉടനെ തന്നെ എനിക്കിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. കോൾ ഫോർവേഡിങ് അൺകണ്ടീഷണലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വോയിസ് എന്ന ഭാഗത്ത് നോട്ട് ഫോർവേഡഡ് എന്നാണ് കാണിക്കുന്നത്. സിങ്ക് എന്ന ഭാഗത്തും നോട്ട് ഫോർവേഡഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇനി ഇങ്ങനെയല്ല ഫോർവേഡഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ കാണിക്കുന്നത് പോലെ മറ്റൊരു നമ്പർ ഡയൽ ചെയ്തിട്ട് നിങ്ങൾ കോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്കിത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഡയൽ പാഡ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം #002# എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാണിക്കുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതേ സിം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു പോപ്പപ്പ് വന്നിട്ടുണ്ടാവും. കോൾ ഫോർവേഡിങ് ഓൾ എറൈസ് എന്ന ഭാഗമാണ് നിങ്ങൾക്കിവിടെ കാണിക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിങ് ഓൾ എറൈസ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എറൈസ് ആയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഈ കാണിച്ച 2 കോഡ് നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ വെക്കുക. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഒരു കോഡ് നമ്പർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കോളിൻ്റെ സേഫ്റ്റിക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.